ഡാ, പൈസയുണ്ടോ? ഒരു 4000 രൂപ വേണമായിരുന്നു. ഞാൻ എവിടെ നിന്ന് തരാനാ? ഉള്ള ഇ എം ഐ അടച്ച കയ്യിലുള്ളതെല്ലാം ആ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നാളെ രാജന് കാശ് കൊടുക്കണ്ടേ? ലാസ്റ്റ് ഡേറ്റാ. ഒരു 1500 രൂപയുണ്ട്, വേണമെങ്കിൽ അത് തരാം. അത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ അതൊക്കെ ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. അതിന് ഞാൻ എന്തോ ആലോചിക്കണമെന്നാ നീ പറയുന്നത്? ഞാൻ ഈ മേളിൽ മുറിയൊക്കെ കെട്ടിയിട്ടത് നാളെ നിനക്ക് വേണ്ടിയിട്ടാണ്. അത് നീ ആലോചിക്കണമായിരുന്നു. അച്ഛാ, അച്ഛൻ തന്നെയല്ലേ ഇതിനെ ഒപ്പിച്ചു വെച്ചേ? ഈ മുറിയൊക്കെ കിട്ടുന്നതിന് മുന്നേ എന്നോട് ചോദിച്ചായിരുന്നു? ഇല്ലല്ലോ. എടാ, മുറി കിട്ടിയതിനെ കുറിച്ച് ആലോചിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നീ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ നീ ആലോചിക്കണമായിരുന്നു. പൈസ എൻ്റെ കയ്യിലൊന്നുമില്ല. രാജ, ഞാൻ തരാം. ഒരു അല്പം സാവകാശം കൊടുത്ത അതേ സ്റ്റോക്ക് എല്ലാം വന്ന് കെട്ടിക്കിടക്കുക. സീസൺ അല്ല, ഒന്നും പോകുന്നില്ല രാജ, കച്ചവടം നടക്കുന്നില്ല. കാശ് മേടിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, തരാനാണോ ബുദ്ധിമുട്ട്? കച്ചവടം നടക്കുന്നില്ല. ഒന്ന് ക്ഷമിക്കണം രാജ. അണ്ണ ഇനി ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് ഈ കാശ് കൊണ്ട് വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അച്ഛനില്ലേ മോനെ? ഇല്ല. എവിടെ പോയി? ചാല വരെ സാധനം എടുക്കാൻ പോയി. കുരുമുളക് മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ആ, अरे दादाजी, ये तेरे गर्लफ्रेंड है क्या? അയ്യോ, വണ്ടി അപ്പുറത്താണല്ലോ. എത്ര? 600, 1500. എന്ന് വെച്ചാ? ഒരു പ്രാവശ്യത്തേക്കാണെങ്കിൽ 600, ഒരു രാത്രിയാണ് 1500. ഓ, അത് കൂടുതലാ. 300. 600 രൂപയെ കുറഞ്ഞൊരു പരിപാടിയില്ല. വേണ്ടെങ്കിൽ നിങ്ങൾ പോവാൻ പറഞ്ഞു. ഓടി പോയില്ലേ? നിനക്ക് 300 പോരേടി. താൻ എന്തോടോ പറഞ്ഞത്? എന്റെ മറ്റോളെ പോയി വിളിയടാ. പോ പോ പോ. മൊത്തം 4000 ഉണ്ട്. എന്ത് പറ്റി പെട്ടെന്ന് പൈസയ്ക്കൊരു അത്യാവശ്യം? അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്യാവശ്യം വന്നുപോയി രാധാകൃഷ്ണ. ആഹാ, ഇന്നാരും വന്നില്ലേ? അതെ, ഒരു 500 രൂപ തരാം. തട്ടി വീഴാതെ സൂക്ഷിച്ചു വാ. ആ, ഇങ്ങോട്ട് പോരെ. കേറി വാ. ഇങ്ങോട്ട് ഇതിലേ വാ. ഇങ്ങോട്ടാ? ആ, ഓ, ഇനിയും കേറിയിട്ട് വേണോ? ആ, കേറി വാ. ദാ. വിട്, ഞാൻ അയച്ചു തരാം.
എന്തൊരു ചൂട്. ആ ഫാനൊന്നും ഇടുപിണ്ണേ. അത് പഴയതാ, കറങ്ങത്തില്ല. എടോ, തനിക്ക് ഇത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. വെറുതെ അത് പൊട്ടിക്കേണ്ടി വന്നു. നാശം പിടിക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോളൂ. ഇതിലും ഭേദം ആ കറങ്ങാത്ത ഫാനായിരുന്നു. നാശം. ബിസിനസ് എല്ലാം മോശമാണല്ലോ. നീ കള്ളി എന്റെ കാശിക്ക് താടി. തനിക്ക് എന്തോടെ വേണ്ടേ? ഇപ്പോൾ എന്റെ കാശ് മുഴുവൻ അടിച്ചു മാറ്റി. 4000 രൂപയും കൊണ്ട് വന്നിട്ടേ താൻ എനിക്ക് 500 രൂപ അല്ലോടെ തന്നത്. എച്ചി ഇങ്ങോട്ട്. ഇവിടെ എങ്ങും കണ്ടുപോരുത്. ദേ, അപ്പൊ പോക്ക് കണ്ടില്ലേ? നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചോളാം. അവിടെ ഡോ, താൻ പെണ്ണിനെ പറ്റി എന്താടോ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? കയ്യില് കാശും വെച്ചോണ്ട് നക്കപ്പിച്ച തരാൻ തനിക്ക് നാണം ഇല്ലേടോ? താൻ എന്താ ചന്തയിൽ മീൻ വാങ്ങാൻ വന്നതാ? നാണം ഇല്ലാത്തവൻ. കള്ളക്കള്ളവൻ. ഞാനേ നളിനിയുടെ അവൻ കുട്ടനെ ഇന്ന് കണ്ടായിരുന്നേ. അവനിപ്പം ഹെൽത്തിലാണ്. അവൻ പറയുക ജലാശുപത്രി പോയാ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റുമെന്ന്. അവന്റെ സെറ്റപ്പ് ആയോണ്ട് എളുപ്പം നടക്കുമായിരിക്കും അല്ലേ? പോകുമ്പോ റാമനെ കൊടുന്ന് കൂട്ടിക്കോ. ഓ, അവന് നാളെ തിരക്കുണ്ടാവില്ലേ? ചേട്ടൊന്ന് പറഞ്ഞു നോക്ക്. ഇന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞോണ്ടല്ലേ ഇത്ര നാളെ പുറകെ നടന്ന അപ്പോയിന്റ്മെന്റ് വെച്ചിട്ടുണ്ട്. ഡോക്ടർ ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഡോക്ടറിനെ ചെയ്തു കൊടുക്കണം കേട്ടോ. ശരി, കാണാം. നാളെ വരും കേട്ടോ. ആ ഡോക്ടർ. ശരി ഡോക്ടർ. പിന്നെ നാളെ കാലത്തെ വന്ന് ഇവിടെ ഒരു പുതിയ OP ടിക്കറ്റ് എടുക്കണം. ആ ചേട്ടൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചേട്ടൻ നാളെ എത്തിയിരിക്കും പക്ക. ചേട്ടൻ പറഞ്ഞേക്ക്. ഓക്കെ ഓക്കെ, പ്രോമിസ്. നമുക്ക് എന്തായാലും നോക്കാം. യെസ് റാമൻ, താങ്ക് യു. സുഖാണോടാ? ഓ, സുഖമായിട്ട് തോന്നുന്നു. എന്താ ചേട്ടാ? എടാ, ഇതേ ഇവര് ഇവിടെ ചെയ്യും, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പുതിയൊരു OP ടിക്കറ്റ് എടുത്തിട്ട് ഫിറ്റ്നസ് ഒന്ന് കാണിക്കണം. എന്നാൽ മാത്രമേ നാളെ ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ നടക്കത്തുള്ളൂ. നാളെ തന്നെ. എന്താടാ നാളെ നിനക്ക് തിരക്കുണ്ടോ? ഒരു പ്രൊഡ്യൂസർ കഥ പറയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ എന്നാ സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. എപ്പോഴാ കഥ കഴിയാന്ന് പോലും പറയാൻ പറ്റില്ല. കഥ കഴിക്കണൂന്നും കേൾക്കണ്ടായിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചാൽ കഥ കഴിക്കാന്ന് കേൾക്കണ്ടായിട്ടുള്ളത്. വന്നു പോയി അതാണ് പോയി. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ചേട്ടാ, അതെ, നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ മൂവിയിൽ ചാക്യാർ കൂത്ത് എന്നുള്ളൊരു ആർട്ട് ഫോം ഉപയോഗിക്കാൻ പറ്റിയാലേ പിന്നെ ആകെ മൊത്തം നമ്മുടെ ഒരു സോഷ്യൽ റെലവൻസ് ഉള്ളൊരു സബ്ജക്റ്റും കൂടെ ആണല്ലോ നമ്മുടെ ഈ സ്റ്റോറി. പിന്നെ ഒരു വിദൂഷകന് പണ്ടുകാലം തൊട്ടേ സമൂഹത്തിൽ ആരും വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ളൊരു സംഭവമായിരിക്കും അത്. ഇപ്പം എൻ്റെ ഡൗട്ട് നമ്മുടെ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടുമോ അതോ? എടാ, അയാൾ നല്ല കലാമൂല്യമുള്ള ആളാണ്, അയാൾക്ക് ഇഷ്ടപ്പെടും. നീ ധൈര്യമായിട്ടിരി. കണ്ട് ഇപ്പൊ സ്വപ്നത്തിലും ഇപ്പൊ ഇതാ കാണുന്ന എന്തൊരവസ്ഥ.